കുറച്ച് മധുരവും പുളിയുമുള്ള ഒരു പൈനാപ്പിൾ പുളിശ്ശേരി നമുക്കൊന്ന് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസസാക്കി മുറിച്ചെടുക്കണം. അതിൻ്റെ മുകളിലുള്ള പൂഞ്ഞി എന്ന് പറയുന്ന ആ മുകളിലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റണേ. അത് കട്ട് ചെയ്ത് മാറ്റി ചെറിയ ചെറിയ പീസസാക്കി നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാം. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. 4-5 വിസിൽ വരണം, എന്നാലാണ് ആ പൈനാപ്പിൾ നന്നായി വേവുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. അത് കുക്കറിലിട്ട് നന്നായി വേവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് ജീരകം, നല്ല ജീരകവും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിനകത്തേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യുക. നമ്മുടെ പുളിക്കനുസരിച്ചുള്ള തൈര് ആഡ് ചെയ്യുക. തൈരും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ കൂട്ടിലേക്ക് ആഡ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. മുളക് പൊടി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ആഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈനാപ്പിളിന് ചെറിയ മധുരം ഉണ്ടല്ലോ. അതിന് ശേഷം അത് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. ഒരുപാട് തിളച്ച് പൊങ്ങി വരരുത് കേട്ടോ. തള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യണം. അതേ കടുക് വറുത്തിട്ട് നമുക്ക് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്